മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് മോഹൻലാൽ. തിരനോട്ടം എന്ന ചിത്രത്തിലൂടെ 18-ാം വയസ്സിലാണ് മോഹൻലാൽ സിനിമയിലെത്തുന്നത്. ഇപ്പോഴിതാ മോഹൻലാലിന്റെ തുടക്കകാലത്തെ ഒരു അനുഭവം പങ്കുവച്ചിരിക്കുകയാണ് സംവിധായകനും നിരൂപകനുമായ വിജയകൃഷ്ണൻ. തന്റെ ആദ്യ ഫീച്ചർ ചിത്രമായ നിധിയുടെ കഥ ചിത്രീകരണം ആരംഭിക്കുന്ന സമയത്ത് ആ സിനിമയിൽ മോഹൻലാലിനെ അഭിനയിക്കാനായി വന്ന ഒരു റെക്കമെൻഡേഷനെ കുറിച്ച് അദ്ദേഹം പറയുന്നത്. ഛായാഗ്രഹകൻ എസ് കുമാറാണ് മോഹൻലാലിന്റെ കാര്യം വിജയകൃഷ്ണനോട് പറഞ്ഞത്. എന്നാൽ മോഹൻലാലിന്റെ ഫോട്ടോ കണ്ടെത്താൻ ആ പുതിയ പയ്യനെ കാണാൻ പോലും കൂട്ടാക്കിയില്ലെന്ന് വിജയകൃഷ്ണൻ തന്നെ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന പത്മരാജൻ പുരസ്കാര വേദിയിൽ മോഹൻലാലുമായി സംസാരിക്കുന്ന തന്റെ ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് വിജയകൃഷ്ണന്റെ കുറിപ്പ്. വിജയകൃഷ്ണന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: പത്മരാജൻ സ്മൃതി പരിപാടിയിൽ കഴിഞ്ഞ പുറത്തിറങ്ങിയപ്പോൾ ചിലർ എന്നോട് ചോദിച്ചു, ലാലേട്ടനുമായി എന്താ സംസാരിക്കാത്തത്? 4.5 പതിറ്റാണ്ട് മുൻപ് നിധിയുടെ കഥ എന്ന തന്റെ ആദ്യ ചിത്രം തുടങ്ങുമ്പോൾ എസ് കുമാർ ആയിരുന്നു ഛായാഗ്രഹകൻ. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ 4000 അടി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് നിന്നുപോയി. 8 വർഷം കഴിഞ്ഞ് വീണ്ടും തുടങ്ങിയപ്പോൾ കുമാർ പ്രിയന്റെ ചിത്രത്തിലൂടെ തിരക്കുള്ള ക്യാമറാമാനായി കഴിഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പുതിയ ആളെ തേടി. സന്തോഷ് ശിവനെ കിട്ടി. അങ്ങനെ എസ് കുമാറിന്റെ ആദ്യ ചിത്രമാകേണ്ടിയിരുന്ന നിധിയുടെ കഥ സന്തോഷ് ശിവന്റെ ആദ്യ ചിത്രമായി. പറയാൻ വന്നതല്ല, കുമാറും ഞാനും ഒത്തു പ്രവർത്തിക്കുന്ന കാലത്ത് ഒരു ദിവസം കുമാർ ഒരു ഫോട്ടോ എന്നെ കാണിച്ചു. ഞാൻ ചെയ്യാൻ പോകുന്ന തിരനോട്ടം എന്ന പടത്തിൽ അഭിനയിക്കുന്ന പയ്യനാണിത്, മോഹൻലാൽ. നമുക്ക് അയാൾക്കൊരു റോൾ കൊടുക്കണം. ഫോട്ടോ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, ഓ ഇതൊരു പ്ലേ ബോയ്, നമുക്ക് പറ്റില്ല. കുമാർ വിട്ടില്ല. വളരെ ഡെഡിക്കേറ്റഡ് ആണ് അയാൾ, കോപ്പറേറ്റീവ്. നമുക്കൊന്ന് കാണാം. അയാളെ കാണുന്ന പ്രശ്നമില്ലെന്ന് ഞാൻ തീർത്തു പറഞ്ഞു. യാദൃശ്ചികമെന്ന് പറയട്ടെ, പത്മരാജൻ പരിപാടിയുടെ വേദിയിൽ കുമാർ ഉണ്ടായിരുന്നു. ലാലും ഞാനും സംസാരിക്കുന്നത് നോക്കി കുമാർ അർദ്ധഗർഭമായി ചിരിക്കുന്നത് കണ്ടു. 45 വർഷം മുൻപ് ഇങ്ങനെ സംസാരിച്ചു കൂടിയിരുന്നോ എന്നായിരുന്നു ആംഗ്യം. ഇനി ആ ചെറുപ്പക്കാരോട്: ഞാനും ലാലും സംസാരിച്ചത് ഓഷോയെക്കുറിച്ചും രമണ മഹർഷിയെക്കുറിച്ചുമാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ?